പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് കൈവന്നിരിക്കുന്ന ഔന്നത്യം, യേശു ക്രിസ്തുവിലൂടെ നമുക്ക് കൈവന്നിരിക്കുന്ന വലിയ മഹത്വം, ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ ക്ഷണിക്കുകയാണ്. അതിനു മുമ്പ് ഒരു വ്യക്തിയുടെ അനുഭവം നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി എങ്ങനെ വ്യാപരിക്കുന്നു. ഒരു ദിവസം ഈ കുടുംബം സാക്ഷി പറഞ്ഞ എങ്ങനെയാണ്, അവർ ക്യാൻസർ വന്നു, ക്യാൻസറിൻ്റെ വലിയ അവസ്ഥയിൽ ട്രെയിനിൽ അവർ ഒരു ആശുപത്രിക്ക് പോകുമ്പോൾ മൊബൈൽ ഫോണിൽ സ്തുതിപ്പിൻ്റെ സ്വരം രോഗിയെ കേൾപ്പിച്ചു. അതിനുശേഷം ആശുപത്രിയിൽ ചെന്നപ്പോൾ ആ ക്യാൻസർ ആ ഭാഗത്ത് കരിഞ്ഞ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നൊരു കാഴ്ച ഡോക്ടർമാർ കണ്ടത് അവർ രേഖപ്പെടുത്തുകയാണ്. ഞാൻ ആനി, ഞങ്ങൾ കാസർഗോഡ് വെള്ളരിക്കുണ്ട് നിന്ന് വരുന്നു. അപ്പോൾ ഇവിടെ പാലായിലോട്ടിൽ മാത്രമല്ല, ഈ കേരളത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ളവർ ചെങ്ങന്നൂർ, പത്തനംതിട്ട, മാവേലിക്കര, കൊട്ടാരക്കര, ഇതാ മലബാറിൽ നിന്നും ഈ ശാല കൊണ്ടുവന്നിരിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിന് ഒരു രോഗസൗഖ്യം കിട്ടിയിരുന്നു. അതിൻ്റെ സാക്ഷ്യപ്പെടുത്താമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു. കഴിഞ്ഞ 3 വർഷമായി എൻ്റെ ഹസ്ബൻഡിന് നടുവേദനയും വയറ്റുവേദനയുമായിരുന്നു. പല ഡോക്ടർമാരെയും കാണിച്ചിരുന്നുവെങ്കിലും അത് പൂർണ്ണമായ ഒരു ഡയഗ്നോസിസ് കണ്ടെത്തുവാൻ സാധിച്ചില്ല. അങ്ങനെ ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു, ഒത്തിരി മരുന്നുകൾ കഴിച്ചു. അവസാനം കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസത്തിൽ ഭയങ്കര വേദന കൂടുതലായി. അപ്പോൾ ഞങ്ങളിങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. അപ്പോൾ അവിടുത്തെ ഒരു സ്കാനിങ് ചെയ്തപ്പോൾ ഇതൊരു ക്യാൻസറാണ്, അതുകൊണ്ട് ബാംഗ്ലൂർക്ക് പൊക്കോളാൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബാംഗ്ലൂർക്ക് പൊക്കോളാൻ പറഞ്ഞു. ബാംഗ്ലൂർക്ക് പൊക്കോളാൻ പറഞ്ഞപ്പം അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ ചിറ്റാരിക്കൽ ഇതിന് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതിനകത്ത് പങ്കെടുക്കാൻ ഇരിക്കുകയായിരുന്നു. പക്ഷേ തോമാപുരം കൺവെൻഷൻ അതിലങ്ങോട്ട് പോകും. ഒരു ഗംഭീര സംഭവമായിരുന്നു പറഞ്ഞു. അപ്പം അന്ന് ഞങ്ങൾക്കിങ്ങനെ പോകാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് തന്നെ ബാംഗ്ലൂരിൽ നിന്നും ഞങ്ങളോട് ഡൽഹിക്ക് പൊക്കോളാൻ പറഞ്ഞു. ഡൽഹിയിലേക്ക് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സഹോദരൻ പിന്നെ അവിടെ കൂടിയൊരു പ്രാർത്ഥന ടെലിഫോണിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചു. ഇവർ ഡൽഹിക്ക് യാത്ര ചെയ്ത് ഈ രോഗവും രോഗത്തിനെ കുറിച്ചുള്ള ഭാരവുമായിട്ട് ഇങ്ങനെ ഡൽഹിക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവരുടെ സഹോദരൻ മൊബൈൽ ഫോൺ ഓണാക്കി പ്രാർത്ഥനകൾ ഇവരെ കേൾപ്പിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞ ഒരു വാചകം, ഒരു ക്യാൻസർ രോഗിയെ സുഖപ്പെടുത്തുമെന്നു എന്നാണ്. ഞാനത് എന്താണെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിച്ചു.
അത് എൻ്റെ ഹസ്ബൻഡ് ആയിരിക്കും എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിച്ചു. എൻ്റെ സഹോദരന്മാരും അത് വിശ്വസിച്ചു. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെത്തി ഞങ്ങളുടെ സ്കാനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സിന് ഭയങ്കര അത്ഭുതമായി. ഇതൊരു വലിയ ഒരു രോഗം തന്നെയാണ്, വളരെ സീരിയസ് ആണ്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിനെ ഒരു 3-4 ദിവസത്തിന് വെൻറ്റിലേറ്ററിലിടണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ടെൻഷനായി പോയായിരുന്നു. അങ്ങനെ ഇരുന്ന് മാർച്ച് 7-ന് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴേ ഡോക്ടർ എന്നെ വിളിച്ചു പറഞ്ഞു, ഒരു 6 മണിക്കൂർ നേരത്തെ ഓപ്പറേഷൻ ആയിരുന്നു. ഡോക്ടർ എന്നോട് വിളിച്ചു പറഞ്ഞു, ആ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞു, പാൻക്രിയാസിനകത്ത് ഒരു കറുത്ത് കരിഞ്ഞിരിക്കുന്ന എന്തോ ഒരു സംഭവം. അപ്പം ഞങ്ങൾക്കത് റിമൂവ് ചെയ്യാൻ പറ്റിയില്ല എന്ന്. അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞു, പിന്നെ എന്തിനാണ് ഓപ്പറേഷൻ ചെയ്തത്? അത് ഞങ്ങൾക്കത് റിമൂവ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു, അതങ്ങനെ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് അതിൻ്റെ റിപ്പോർട്ട് വന്നു, ലാബ് റിപ്പോർട്ട് വന്നപ്പോൾ അപ്പോൾ അതിൻ്റെ സെൻഡ് ചെയ്തിരുന്നു. പാൻക്രിയാസിൻ്റെതും ഗോൾ ബ്ലാഡറിൻ്റെതും വയറിൻ്റെ ഒരു ഭാഗം എല്ലാം വിട്ടിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് ക്യാൻസർ ഇല്ല എന്ന് കണ്ടു. ഡോക്ടർമാർ 101% അത് ക്യാൻസർ ആണ് എന്ന് തന്നെ പറഞ്ഞിരുന്നത്. HIV ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞ് ഈ കേരളത്തിലും അത് ക്യാൻസർ ആണെന്ന് വെരിഫൈ ചെയ്ത് ഉറപ്പിച്ചു. ബാംഗ്ലൂർക്ക് വിട്ടു. ബാംഗ്ലൂർ അത് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതും ഗുരുതരമായ ക്യാൻസർ ആയതുകൊണ്ട് ഡൽഹിയിലെ ഏറ്റവും ടോപ്പ് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞ് ഡൽഹിക്ക് വിട്ടു. ഡൽഹി ചെന്നപ്പോൾ അവരത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ദൈവമേ ഇതുമാതിരിയുള്ള ക്യാൻസർ ഞങ്ങൾ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് അത്രയും ഗുരുതരമെന്ന് പറഞ്ഞ് ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്ത സാധാരണ ഓപ്പറേഷൻ അല്ല, പിന്നെ വെൻറ്റിലേറ്ററിൽ കൊണ്ട് ഇടണം. അങ്ങനെയൊക്കെ പറഞ്ഞ് അതെല്ലാം സെറ്റപ്പാക്കി. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവർ പോണ വഴിക്ക് മൊബൈൽ ഫോണിൽ കൂടെ അഭിഷേകത്തിന് കേട്ട് യേശുവെ അപ്പോൾ സാക്ഷ്യം പറഞ്ഞത് ഈശോയെ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഇവരത് വിശ്വസിച്ച് ഡോക്ടർമാർ നോക്കിയപ്പോൾ എല്ലാം കരിഞ്ഞിരിക്കണം. ഇല്ല, പിന്നെ നോക്കുമ്പോൾ ക്യാൻസർ ഇല്ല, ഒരു ചെറിയ കരി മാത്രം ഇച്ചിരി. സർട്ടിഫിക്കറ്റ് ഉണ്ടോ? സർട്ടിഫിക്കറ്റ് വല്ലതും ഉണ്ടോ? ഓക്കെ ഓക്കെ മൈക്ക് കൂടെ പറഞ്ഞു. അതായത് ഇത് ഡൽഹിയിലത്തെ റിപ്പോർട്ടാണോ? ഇത് എവിടുത്തെ? ഡൽഹിയാണോ ബാംഗ്ലൂരാണോ കേരളമാണോ? ഡൽഹിയിൽ നിന്ന് എന്നിട്ട് അവർ സ്പെഷ്യൽ റിപ്പോർട്ട് എഴുതി കൊടുത്തു ഇവർക്ക്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഈ ശരീരത്തിൽ നോ ക്യാൻസർ, ഒട്ടും ക്യാൻസർ ഇല്ല, നിങ്ങൾ എവിടെ വേണമെങ്കിലും സാക്ഷ്യപ്പെടുത്തിക്കോ. സർട്ടിഫിക്കറ്റ് എഴുതി അങ്ങോട്ട് കൊടുത്ത്. മറ്റേത് 101% ക്യാൻസർ ഉണ്ടെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് ഇവർ പ്രാർത്ഥനയ്ക്ക് കൂടുന്നതിന് മുമ്പ്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെയുണ്ട്. 101% ക്യാൻസർ ഉണ്ട്, ഉറപ്പായും എവിടെ വേണമെങ്കിലും പോയി ഓപ്പറേഷൻ നടത്തിക്കോ. ഇത് നല്ല ഹോസ്പിറ്റലിൽ പോയിക്കൊള്ളണം. നിസ്സാര ക്യാൻസറൊന്നും അല്ല, ഗുരുതരമായ മാരക ഈ ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ടാണ് ബാംഗ്ലൂർക്കും പിന്നെ ഡൽഹിക്കും ഒക്കെ വിട്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് അവർ കൺഫേം വെരിഫൈ ചെയ്ത് ഉറപ്പിച്ചത്, അതുണ്ടെന്ന് തന്നെ അവർ ഉറപ്പിച്ചതാണ്. പക്ഷേ അത് ചെയ്ത് നോക്കുമ്പോൾ സാധനമില്ല, പോയി. ഞങ്ങൾക്ക് എന്നിട്ടും വിശ്വാസം വന്നിട്ടില്ല. പിന്നെ ഒരു സാമ്പിൾ ഞങ്ങൾ ലേക്ക് ഷോറിലും വിട്ടു. ലേക്ക് ഷോറിൽ നിന്ന് കിട്ടിയത് നെഗറ്റീവ് തന്നെ. എല്ലാ സ്ഥലത്തും നോക്കി എവിടേക്കെല്ലാം ഒന്ന് ഉറപ്പിക്കണ്ടേ. നോക്കുമ്പോൾ ഇനി ക്യാൻസറിന് നിങ്ങൾ ചികിത്സിക്കണ്ട, വേറെ എന്തെങ്കിലും ചികിത്സിച്ചാൽ മതി എന്ന് പറഞ്ഞു വിട്ടായി. അപ്പോൾ ഇത് ക്യാൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഡോക്ടർമാർ ഈ സർജറി ചെയ്തതിന് ശേഷം ഒരു ട്യൂബ് വയറിൻ്റെ പുറത്തിട്ടിരുന്നു. കീമോതെറപ്പി കൊടുക്കേണ്ടി വരും. കീമോതെറപ്പി എടുക്കാനുള്ള ശക്തി ഈ സഹോദരൻ ഇല്ല, അതുകൊണ്ട് നമുക്ക് പുറത്ത് നിന്ന് ഫീഡ് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ ഒരു ട്യൂബ് ഇട്ടിരുന്നു. അത്ര ഉറപ്പായിരുന്നു, കീമോതെറാപ്പി വേണ്ടി വരും ഉറപ്പായിരുന്നു. ക്യാൻസർ അങ്ങനത്തെ ആയിരുന്നു. അതുകൊണ്ട് അതിനുള്ള ട്യൂബ് സെറ്റിങ്സ് ഒക്കെ വെച്ചിട്ടാണ് ഓപ്പറേഷൻ ചെയ്തത്. പക്ഷേ ഒന്നും വേണ്ടി വന്നില്ല. ഓപ്പറേഷൻ്റെ തലേ ദിവസം ഞങ്ങൾ രോഗീലേപനം വരെ കൊടുത്തിരുന്നു. കാരണം അത് വെന്റിലേറ്ററിൽ കൊണ്ടിടും, ചിലപ്പോൾ മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് മരിക്കേണ്ട ആൾക്ക് കൊടുക്കേണ്ട എല്ലാം കൊടുത്തിട്ടാണ് അങ്ങോട്ട് വിട്ടത്. അങ്ങനെ പക്ഷേ നോക്കുമ്പോൾ എല്ലാം കരിഞ്ഞിരിക്കണം. ഓപ്പറേഷൻ ചെയ്ത് നോക്കുമ്പം ആ രോഗം ഉണ്ടായിരുന്ന ഭാഗത്ത് കരി. ഇത് ഇവർക്ക് മാത്രമല്ല, ഇവരുടെ സഹോദരങ്ങൾക്കും കുടുംബം മുഴുവനും വിശ്വാസത്തിൻ്റെ ഒരു ശുശ്രൂഷയുടെ കർത്താവ് മാറ്റി. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർന്ന് നല്ല ശക്തിയോടെ മുമ്പേ കൈയടിച്ചതിൻ്റെ ഇരട്ടി ശക്തി കൈയടിച്ച് പാടാം. തപ്പുകളാലെ കിന്നരമോടെ തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാ തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാ തുതിച്ചിടുക മനമേ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ച് വചനത്തിലേക്ക് പ്രവേശിക്കാം. കുട്ടികൾ, all children, please stand up. Let us praise God together. This hour will be an hour of blessing for you. So many blessings will be showered upon you from heaven. Hallelujah. 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 എല്ലാവർക്കും രണ്ട് കരങ്ങൾ ഉയർത്തി, ഓ ദൈവമേ, ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. Hallelujah. 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 തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാരും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടെ തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും തുതിച്ചിടുക മനമേ. എല്ലാ ദൈവമക്കളും കൈയടിച്ച് വലിയ സ്നേഹത്തോടെ കർത്താവിനെ ആരാധിക്കുന്നു. ഓ ലോർഡ്, we worship you, we adore you, we praise you. Thank you Lord, thank you Jesus. Hallelujah, hallelujah. മരുഭൂമിയിലെ പൊരിവെയിലിൽ കരയുവതോ മനമേ, മരുഭൂമിയിലെ പൊരിവെയിലിൽ കരയുവതോ മനമേ. ആകാറിന്റെ നിലവിളി കേട്ട് ദൈവം ഇറങ്ങി വരും, ഉറവയെ തുറന്നു തരും. ആകാറിന്റെ നിലവിളി കേട്ട് ദൈവം ഇറങ്ങി വരും, ഉറവയെ തുറന്നു തരും. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് തപ്പുകളാലെ കിന്നരമോടെ തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാ തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാ തുതിച്ചിടുക മനമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory, 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 glory. Glory, glory, glory. Holy Spirit. Holy fire. സൗഖ്യം പ്രാപിക്കട്ടെ, അന്ധകാരങ്ങൾ വിട്ടുപോകട്ടെ, പൈശാചിക പിള്ളൽ ഒഴിഞ്ഞു പോകട്ടെ, തകർന്ന കുടുംബങ്ങൾ പുനരുദ്ധരിക്കപ്പെടട്ടെ, വിദ്യാർത്ഥിന് അഭിഷേകം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Hallelujah. 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 എല്ലാവരും സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു മണിക്കൂറിൽ ദൈവമായ കർത്താവ് നമ്മൾക്ക് വെളിപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്ന ദൈവരാജ്യ രഹസ്യങ്ങളുടെ ഒരു വലിയ മേഖല യേശു ക്രിസ്തുവിലൂടെ നമുക്ക് കൈവന്നിരിക്കുന്ന വലിയ മഹത്വത്തെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് നാം ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കണം. അല്ലെങ്കിൽ സാത്താൻ നുണചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വിതയ്ക്കും. നീ പോക്കാണ്,
നീ കുരുടാണ്, നീ നാശമാണ്, നീ ഇങ്ങനെ കൊണ്ട് ഒരു കാര്യവുമില്ല, നീ എന്തിനെങ്ങനെ ജീവിക്കണത്, ഇങ്ങനെയുള്ള നാശത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഭാരത്തിൻ്റെയും വലിയ തരത്തിലുള്ള നിരാശയുടെയും ചിന്തകൾ കൊണ്ട് സാത്താൻ എന്നെയും നിങ്ങളെയും പീഡിപ്പിക്കും. ഇങ്ങനെ സാത്താൻ നമ്മുടെ മേൽ ആധിപത്യം പുലർത്താതിരിക്കാൻ ദൈവവചനപ്രകാരം എൻ്റെ സ്ഥിതി എന്താണ്, എൻ്റെ യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ എൻ്റെ സ്ഥിതി എന്തായി മാറി, എൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്ന് ഒരു ദൈവ പൈതൽ അറിയണം. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. We have to know how much we are uplifted by the death of our Lord Jesus Christ. യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണം വഴി എന്നെ എൻ്റെ കർത്താവ് എത്രമാത്രം ഉയർത്തിയിരിക്കുന്നു എന്ന് ഞാനും നിങ്ങളും അറിയുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വലിയ ദൈവകൃപയ്ക്ക് കാരണമായി തീരും. എന്ന് വെച്ചത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ കുരിശുമരണ ഫലമായി അല്ലെങ്കിൽ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ അത്ഭുതങ്ങളിൽ വലിയൊരു അത്ഭുതമാണ് എൻ്റെ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ സദാ ഇരിക്കുന്നുണ്ട്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഇൻ്റർസീഡിങ് ഫോർ മീ. എൻ്റെ യേശു എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് പറയും, പിതാവേ, വട്ടായിലച്ചന് വേണ്ടി ഞാൻ രക്തം ചിന്തിയതാ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ എൻ്റെ യേശു ഉണ്ട്. ഓരോരുത്തർക്കും വേണ്ടി സംസാരിക്കാൻ യേശു കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കായി ഇതാ നിൽക്കുന്നു, ഇതാ അവിടെയുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ 9-ാം അധ്യായം 24-ാം തിരുലിഖിതം, Hebrew 9:24, NRSV version says like this: For Christ did not enter a sanctuary made by human hands, a mere copy of the true one, but he entered into heaven itself, now to appear in the presence of God on our behalf. മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യനിർമ്മിതവും സാക്ഷാലുള്ളവയുടെ പ്രതിരൂപവുമായ വിശുദ്ധ സ്ഥലത്തേക്കല്ല, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് യേശു പ്രവേശിച്ചത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത് എന്തിനു വേണ്ടി? ഹെബ്രായ ലേഖനം 9:24 പഠിപ്പിക്കുകയാണ്, പിതാവിൻ്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി നിലകൊള്ളാൻ എൻ്റെ യേശു പിതാവിൻ്റെ സന്നിധിയിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. സ്വർഗത്തിൽ എനിക്ക് വേണ്ടി എൻ്റെ പേര് പറഞ്ഞ് പിതാവിനോട് സംസാരിക്കാൻ എനിക്ക് വേണ്ടി എൻ്റെ യേശു ഉണ്ട്. ഇൻ്റർനാഷണൽ വേർഷനിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? Hebrew 9:24, ന്യൂ ഇൻ്റർനാഷണൽ വേർഷൻ. Christ entered heaven itself now to appear for us in God's presence. ദൈവത്തിൻ്റെ പ്രസൻസിൽ നമുക്ക് വേണ്ടി അപ്പിയർ ചെയ്ത വേണ്ടി യേശു സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹെബ്രായ 9:24 പഠിപ്പിക്കുകയാണ്, സ്വർഗത്തിൽ യേശു എനിക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിലുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം 34-ാം തിരുലിഖിതം, റോമാലേഖനം 8-ാം അധ്യായം അതിൽ 34-ാം തിരുലിഖിതം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ. യേശു ക്രിസ്തു എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഇൻ്റർസീഡിങ് ഫോർ മീ. എൻ്റെ യേശു എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. എൻ്റെ യേശു ഹീസ് പ്ലീഡിങ് ഫോർ മീ. എൻ്റെ യേശു എനിക്ക് വേണ്ടി വാദിക്കുന്നു. എൻ്റെ യേശു എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നു, എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു.
എനിക്ക് വേണ്ടി എൻ്റെ യേശു സംസാരിക്കുന്നു, എനിക്ക് വേണ്ടി യേശു എഴുന്നേറ്റ് നിൽക്കുന്നു. ഹി ഈസ് ദെയർ ഫോർ മീ ബിഫോർ ദ മോസ്റ്റ് ഹൈ. സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ, മഹത്വത്തിൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ, പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ യേശു എനിക്കും നിങ്ങൾക്കും വേണ്ടി നിൽക്കുകയാണ്. ന്യൂ ലിവിങ് ട്രാൻസ്ലേഷനിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? റോമൻസ് 8:34. Who then will condemn us? No one. For Christ Jesus died for us and was raised up to life for us, and he is sitting in the place of honor at God's right hand, pleading for us. He is there sitting on the right hand of God, pleading for us. നമുക്ക് വേണ്ടി വാദിച്ച്, നമുക്ക് വേണ്ടി അഡ്വക്കറ്റായി ഹി ഈസ് ദെയർ. യേശു ആണ് എൻ്റെ അഡ്വക്കറ്റ്. ഐ ഹാവ് ആൻ അഡ്വക്കറ്റ്, ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. യേശു ആണ് എൻ്റെ അഡ്വക്കറ്റ് സ്വർഗത്തിൽ. ഞാൻ ബലഹീനനാണ്, ഞാൻ ക്ഷീണിതനാണ്, ഞാൻ പല തകർച്ചകളുള്ളതാണെങ്കിലും എനിക്ക് വേണ്ടി ഒരു അഡ്വക്കറ്റുണ്ട്, എനിക്ക് വേണ്ടി ഒരു അഡ്വക്കറ്റുണ്ട്, യേശു ക്രിസ്തു. രണ്ടാമത്തെ കാര്യം, യേശു ക്രിസ്തുവിനെ കുരിശുമരണഫലമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു ഔന്നത്യമാണ്. അവർ സെക്കൻഡ് അഡ്വക്കറ്റ് ഈസ് ഹോളി സ്പിരിറ്റ്. ഐ ഹാവ് ആൻ അനദർ അഡ്വക്കറ്റ്. എനിക്ക് മറ്റൊരു അഡ്വക്കറ്റും കൂടെ ഉണ്ട്. ആ അഡ്വക്കറ്റിനെ യേശു ക്രിസ്തുവാണ് എനിക്ക് വേണ്ടി ഏർപ്പാടാക്കി തന്നിരിക്കുന്നത്. യേശു ക്രിസ്തുവാണ് അതെനിക്ക് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. ആ അഡ്വക്കറ്റിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. യോഹന്നാൻ്റെ സുവിശേഷം 14:16-17 തിരുലിഖിതങ്ങൾ അവിടുന്ന് വായിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്തു വസിക്കുന്നു. ഇവിടെ ദൈവമക്കളെ, യേശു പറയുകയാണ് നിങ്ങളോടുകൂടെ എന്നും വസിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ ചെന്ന് സംസാരിക്കാൻ, നിങ്ങളുടെ ഓരോ നെടുവീർപ്പുകൾ പ്രാർത്ഥനകളായി പിതാവിൻ്റെ സന്നിധി സമർപ്പിക്കാൻ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു സഹായകനെ, another helper, another advocate I will send in my father's name. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ അയക്കും. ഈ പരിശുദ്ധാത്മാവാണ് സത്യത്തിൽ നമുക്ക് പൊരുളുകൾ തിരിച്ചു തരുന്നത്. നമ്മളോട് പറയും, നീ ഇനി അടിമയല്ല, നീ ഇനി സ്നേഹിതനല്ല. യു ആർ sons and daughters of God. You are children of God. You are the heirs of heaven. റോമാലേഖനം 8:15 തിരുലിഖിതം. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്ര സ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മുഖാന്തിരമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ഈ ആത്മാവിനെ യേശു നമുക്ക് തന്നു. യേശു നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധി നിൽക്കുന്നു, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധി നിൽക്കുന്നു. ഞാനൊരു നെടുവീർപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നെടുവീർപ്പെടുത്ത് പ്രാർത്ഥനയായി, പിതാവിന് ഇഷ്ടമുള്ള പ്രാർത്ഥനയായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞാൻ എന്നെ തന്നെ ചെറുതായി കാണരുത്, ഞാൻ എന്നെ തന്നെ മോശക്കാരനായി കാണരുത്. എൻ്റെ യേശു എന്നെ വലുതാക്കി, സ്വർഗത്തോളം വലുതാക്കി. എനിക്ക് വേണ്ടി അഡ്വക്കറ്റായി യേശുവും പരിശുദ്ധാത്മാവും നിൽക്കുന്നു. ഇനിയുമുണ്ട് മറ്റൊരു വലിയ രഹസ്യം. മാലാഖമാർ എൻ്റെ സെർവൻസ്, സേവകന്മാർ. മാലാഖമാർ എന്നെ ശുശ്രൂഷിക്കാനുള്ളവർ. ഞാൻ നിങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് വന്ന് മാമോദിസ സ്വീകരിച്ച് ദൈവത്തെ ആരാധിക്കുന്നൊരു ദൈവപൈതലായി മാറുമ്പോൾ, ലോകത്തെ ഉപേക്ഷിച്ച് ദൈവത്തെ സ്വീകരിച്ച് ദൈവപൈതലായി രൂപാന്തരപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ മക്കളെ ഒരു കാര്യം ദൈവവചനം പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ദൂതന്മാർ നിങ്ങളെ ശുശ്രൂഷിക്കും, നിങ്ങളെ പരിചരിക്കും. ഒരു രോഗിയെ നേഴ്സ് പരിചരിക്കുന്നത് പോലെ, ഒരു കുട്ടിയെ അമ്മ നോക്കുന്നത് പോലെ പരിചരിക്കും, ശുശ്രൂഷിക്കും, സ്നേഹിക്കും, നോക്കി കൊണ്ടു നടത്തും.
എബ്രായ ലേഖനം 1-ാം അധ്യായം 14-ാമത്തെ തിരുലിഖിതം, ഹീബ്രു ചാപ്റ്റർ 1 വേഴ്സ് 14. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവക ആത്മാക്കളല്ലേ അവരെല്ലാം. See how much greatness, how much glory Jesus Christ bestowed on us. എത്രയോ വലിയ മഹത്വമാണ് യേശു നമുക്ക് വേണ്ടി കൊണ്ടുവന്നത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സന്നിധിയിൽ ഈ ഒരു പുതിയ അവബോധത്തോടെ പിതാവിൻ്റെ സന്നിധിയിൽ, യേശുവിൻ്റെ സന്നിധിയിൽ ആഹ്ലാദചിത്തരായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ കുർബാന ഉയർത്തി ആശീർവദിക്കുന്ന സമയം രോഗികളും കുട്ടികളും കുടുംബാംഗങ്ങളും എല്ലാവരും എളിമപ്പെട്ട് മുട്ടുമേൽ നിന്ന് എത്രമാത്രം ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്രമാത്രം ഉച്ചത്തിൽ മഹത്വത്തിൻ്റെ രാജാവിനെ ആരാധിക്കുന്നു. വലിയ ശക്തി ശരീരങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും കോൺവെൻറ്റുകളിലേക്കും പള്ളികളിലേക്കും എല്ലാം വ്യാപരിക്കുന്ന സമയമാണ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയ